ഇന്നാദ്യം വയനാട്ടിലേക്കാണ്. വയനാട് കാരാപ്പുഴയിൽ ജലസേചന വകുപ്പിന്റെ പാലം നോക്കുകുത്തിയായിട്ട് 20 വർഷം. ഡാമിന് മുന്നിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങിയ പാലമാണ് കാലങ്ങളായി പണി പൂർത്തിയാകാതെ കിടക്കുന്നത്. അറ്റം കൂട്ടിമുട്ടാത്ത ഒരു പാലമുണ്ട് കാരാപ്പുഴയിൽ. കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ചത്. 2 പതിറ്റാണ്ടായി പാലം ഈ വിധത്തിൽ തന്നെ തുടരുകയാണ്. ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളം പോകുന്ന ഭാഗത്താണ് ഉയരത്തിൽ അപ്രോച്ച് റോഡ് അടക്കമുള്ള പാലം നിർമ്മിച്ചത്. എന്നാൽ പൂർത്തിയാകാതെ ഇടയ്ക്ക് പ്രവൃത്തികൾ ജലസേചന വകുപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് പാലം പൂർത്തിയാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിങ്ങനെ പൂർത്തിയാകാതെ കിടക്കുന്നത് കാരണം വാഹനങ്ങളും യാത്രക്കാരും ഇപ്പോഴും തകർന്നു നിൽക്കുന്ന താൽക്കാലിക പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കുഴികൾ നിറഞ്ഞ് അരികുഭാഗങ്ങളെല്ലാം അപകടാവസ്ഥയിലാണ് താൽക്കാലിക പാലം. ആരംഭകാലം മുതലേ ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും തമ്മിലുള്ള ധാരണയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഈ കരാറുകാരന് ഏത് ഗവൺമെൻറ് വന്നാലും അതിലൊക്കെ വളരെയധികം സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുകൊണ്ട് അയാൾ നീണ്ടുകൊണ്ട് പോകാം. ഉദ്യോഗസ്ഥന്മാരെ കഴിവുകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാവുന്നേ ഉള്ളൂ. വർഷങ്ങളോളമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നു. യാത്രാ ദുരിതം മാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷങ്ങൾ മുമ്പ് ഒരു ജീവൻ പോലും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളം പൊങ്ങിയപ്പോൾ ജീപ്പ് ഈ പുഴയിലേക്ക് മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക പാലത്തിന്റെ കൈവരികളെല്ലാം തകർന്നു പോയതിനാൽ സുരക്ഷാ സംവിധാനങ്ങളില്ല. വർഷങ്ങളായി ഇതിലൂടെയാണ് കാരാപ്പുഴ ഡാമിലേക്കുള്ള വിനോദസഞ്ചാരികളും കൽപ്പറ്റ, കാക്കവയൽ, അമ്പലവയൽ തുടങ്ങിയ ഭാഗത്തേക്കുള്ള യാത്രക്കാരും കടന്നുപോകുന്നത്. മഴക്കാലത്ത് ജലനിരപ്പ് ഉയർന്ന് ഡാമിലെ വെള്ളം തുറന്നുവിടുമ്പോൾ താൽക്കാലിക പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകാറുള്ളത്. അപ്രോച്ച് റോഡാണ്. പാലം പണി പൂർത്തിയായിട്ടുണ്ട്. അതിന് റോഡ് നിർമ്മിക്കാത്തതാണ് അതിൻ്റെ ഏറ്റവും ഒരു അപകടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളൊക്കെ വെള്ളം കയറുന്ന സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത്. ഇപ്പോഴാണ് റോഡ് നവീകരിച്ച് പണി നടത്തിയിട്ട് പാലത്തിൻ്റെ അവിടെ അങ്ങനെ വിട്ട് ചെയ്തേക്കാണ്. അതെല്ലാം കുണ്ടും കുഴിയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ആ വാഹനം പോകുന്ന റോഡ് ആ ഒരു നിലയിലാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഉപയോഗിക്കാതെ കിടക്കുന്ന പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കൽ, അപ്രോച്ച് റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കൽ തുടങ്ങിയ ചുരുക്കം ചില പ്രവൃത്തികൾ മാത്രമാണ് ശേഷിക്കുന്നുള്ളൂ. എന്നാൽ ജലസേന വകുപ്പ് കാലങ്ങളായി ഈ പാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയ കക്ഷികളുടെ, ജനപ്രതിനിധികളുടെ അനാസ്ഥയുടെ സ്മാരകമാണ് പാതിവഴിയിൽ നിൽക്കുന്ന കാരാപ്പുഴയിലെ ഈ പാലം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.